വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതിയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ നിലനിൽക്കെ തന്നെ പദ്ധതി സൂപ്പർ ഹിറ്റാണ് എന്നുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടക്കുകയാണ്. ഈ ഒരു പദ്ധതി പ്രകാരം ബസ്സിലെ യാത്രക്കാരി ഇനിയിപ്പോൾ പണം നൽകാൻ തയ്യാറാണ് എന്ന് കരുതിയാൽ പോലും, അല്ലെങ്കിൽ ആ ടിക്കറ്റ് ചാർജ് നൽകാൻ അവർ തയ്യാറാണെങ്കിൽ പോലും അത് വാങ്ങാൻ കഴിയില്ല എന്നും അത് വലിയ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാക്കുമെന്നതാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായ CP ജോൺ നൽകിയിരിക്കുന്ന മറുപടി. അത്തരത്തിൽ പണം വാങ്ങുന്നത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നും അത് മാത്രമല്ല ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കി ഇവിടെ ഓടിക്കുന്നില്ല എന്ന ഒരു വ്യക്തത കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഉള്ളത്. 384 സിറ്റി ഫാസ്റ്റ് ബസ്സുകളുണ്ട്. ഒരു ഓർഡിനറി പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല എന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിരിക്കുന്നതെന്നും 2 സിറ്റി ഫാസ്റ്റുകൾ ഓർഡിനറി ആക്കി മാറ്റുകയും അതാകട്ടെ പൊഴിയൂർ, അഞ്ചുതെങ്ങ്, അതേപോലെ പാപ്പനംകോട്, വികാസ് ഭവൻ സർവീസുകളാണ് ഇവിടെ ഈ ഓർഡിനറിക്കായി തന്നെ നൽകിയിട്ടുള്ളത്. അതുപോലെ ജൂൺ 16-ന് 18.56 ലക്ഷം പേരാണ് ഓർഡിനറിയിൽ മാത്രമായി തന്നെ യാത്ര ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ദിവസത്തെ 2.46 കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മന്ത്രി പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രമക്കേടുണ്ട് എന്ന ആരോപണം ഗതാഗത വകുപ്പ് സെക്രട്ടറി പരിശോധിക്കുമെന്നതാണ് CP ജോൺ അറിയിച്ചിരിക്കുന്നത്. അതേസമയം 2026 ജൂൺ 16-ലെ കണക്കുകൾ പ്രകാരം ഓർഡിനറി സർവീസുകളിലെ മൊത്തം യാത്രക്കാർ അത് ഏകദേശം ഒരു 18,55,897 തന്നെ ഉയരുകയും ഇതിൽ 11,80,417 പേർ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി തന്നെ സൗജന്യമായി യാത്ര ചെയ്തത് സ്ത്രീകളാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTCയിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ കുതിച്ചുയരുകയാണ്. ജൂൺ 8-ന് 7.25 ലക്ഷം യാത്രക്കാരികൾ ഉണ്ടായിരുന്നത് ഇന്നലെ ആകട്ടെ 11.84 ലക്ഷമായി തന്നെ ഉയരുകയും മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്ത്രീകൾ KSRTCയിലേക്ക് ഒതുങ്ങുന്നതായി തന്നെ സൂചിപ്പിക്കുകയാണ് ഈ ഒരു കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാരിൽ 64% സ്ത്രീകൾ തന്നെയാണ്. യാത്രക്കാരിൽ 1/3 സ്ത്രീകളാണ്. ആകെ യാത്രക്കാരുടെ ഏറ്റവും എണ്ണവും ഇവിടെ കൂടി വരികയാണ്. ജനപ്രിയ പദ്ധതികളുമായി എത്തിയ ആനവണ്ടിയെ ജനങ്ങൾ ഇപ്പോൾ നെഞ്ചിലേറ്റുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യം. അതേസമയം ഓർഡിനറി സർവീസുകളിലെ സ്ത്രീകളുടെ വിഹിതം 64% തന്നെ ഉയരുന്നു. എന്നാൽ ക്ലാസുകളും ചേർത്ത് അത്തരത്തിൽ അത് കണക്കാക്കുമ്പോൾ ആകെ യാത്രക്കാർ 25,53,435 സ്ത്രീ യാത്രക്കാർ 12,03,602 എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ സ്ത്രീകളുടെ വിഹിതം 47%. അതേസമയം ജൂൺ 16-ന് ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാരിൽ 64% സ്ത്രീകളായിരുന്നു. അതായത് ഓരോ 3 യാത്രക്കാരിൽ ഏകദേശം 2 പേരും സ്ത്രീകളാണ് എന്നത്. ജൂൺ 15-മായി താരതമ്യം ചെയ്യുമ്പോൾ ജൂൺ 16-ന് 2.21 ലക്ഷം സ്ത്രീകൾ അധികമായി തന്നെ യാത്ര ചെയ്തതായും ഇത് 23% വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം അത് വ്യാപകമായതോടുകൂടി തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പ്രിയദർശിനി സൗജന്യ ടിക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ജൂൺ 16-ന് മാത്രം 11.80 ലക്ഷം സ്ത്രീകളാകട്ടെ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി തന്നെ സൗജന്യമായി യാത്ര ചെയ്തു. ഓർഡിനറി സർവീസുകളിലെ മൊത്തം യാത്രക്കാരുടെ എണ്ണവും ഗണ്യമായി തന്നെ ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.